ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് കാട്ടാക്കട ലിയോ കൺവെൻഷൻ സെന്ററിലാണ്. നമ്മുടെ കാട്ടാക്കടയുടെ സ്വന്തം MLA എം.ആർ. സംഘടിപ്പിക്കുന്ന ഉദയം 2026 പ്രതിഭാ പുരസ്കാരത്തിൽ പങ്കുചേരാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്കിവിടെ ഒരു പുരസ്കാരം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉദയം 2026 കാഴ്ചകൾ കാണാം. സ്നേഹോപകാരം നൽകുന്നതിന് ബഹുമാന്യനായിട്ടുള്ള കാട്ടാക്കടയിലെ MLA ശ്രീ എം.ആർ. ബൈജോറിനെ വേദിയിലേക്ക് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരെ അനുമോദിക്കുന്നതിനായിട്ടുള്ള ഉദയം 2026 അനുമോദന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിലെ യുവതലമുറയാണ്. അവരുടെ കഠിനാധ്വാനത്തെയും ആത്മസമർപ്പണത്തെയും ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ഉദയം 2026 ചടങ്ങിലാണ് നിങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് ഇവിടെ നിങ്ങൾ കൈവരിച്ച ഈ ഒരു നേട്ടം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും ജീവിത മൂല്യങ്ങളെയും ചേർത്ത് നിർത്തി മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. മികച്ച വിജയം കൈവരിച്ച എല്ലാ പ്രതിഭകളെയും അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിജയത്തോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രത്യേകിച്ചും കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ കലാലയങ്ങളിൽ പഠിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വിജയം അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് നമ്മുടെ ജില്ലയിലും കേരളത്തിലാകമാനം വരുന്ന ലക്ഷോപലക്ഷം കുട്ടികളുടെ വിജയമായി ഒരു വലിയ സമൂഹത്തിന്റെ വിജയമായി മാറുകയാണ്. എല്ലാ തലത്തിലും വിജയിച്ചവരെ എല്ലാവരെയും നമുക്ക് ക്ഷണിച്ച് അനുമോദിക്കണമെന്നുണ്ടെങ്കിലും കഴിവിന്റെ പരമാവധി എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ ക്ഷണിച്ചു വരുത്തുമ്പോഴുള്ള സന്തോഷം തീരെ ചെറുതല്ല. ഇതൊരു നിങ്ങൾക്കുള്ള ചെറിയ പ്രോത്സാഹനം മാത്രമാണ്. അതിനെ തന്നെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിന് അഭിമാനകരമായ രീതിയിൽ SSLC-യിലും +2-ലും LSS, USS പരീക്ഷകളിലുമൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിച്ച എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. SSLC-യില് +2-ല് എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ ശ്രമകരമായിട്ടുള്ള കഷ്ടപ്പെട്ട് പഠിച്ച് നേടാൻ സാധിക്കുന്നത് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ആദരിക്കപ്പെടുക, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ MLA-യുടെ നേതൃത്വത്തിൽ പ്രതിഭാ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷം മുഴുവൻ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് 10,000 രൂപ സമ്മാനമായി നൽകി. 10,000 രൂപ സമ്മാനമായി നൽകി.
അത് ഒരാളായാലും രണ്ടാളായാലും ഇവിടെ ഇരിക്കുന്നത് പോലെ മുഴുവൻ കുട്ടികളായാലും എല്ലാവരും ഈ പൈസ വാങ്ങാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തെയും ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് വ്യാസ വിദ്യാഭ്യാസ കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്മകുമാരി എസ് GLPS അടുത്തതായി ഒരു നല്ല കൈയടി കൊടുക്കുക.